ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഇന്ന് ഞാൻ എടുക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടാണ്. ഇത് പാലും ഒഴിച്ച് പഞ്ചസാരയും ഇട്ട് നല്ലപോലെ കുറുക്കി വെച്ചേക്കുന്നതാണ് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട്. ഇത് ഇങ്ങനെ കുറുകി ഈ പരുവത്തിലാണ് കേട്ടോ. നല്ല സ്റ്റിക്കായിട്ട് വീഴത്തില്ലേ, ആ പരുവത്തിന് കുറുക്കിയെടുക്കണം. എന്നിട്ടത് നമ്മൾ പാത്രം ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂറത്തേന് ഇനി അത് തണുക്കാൻ വെക്കണം കേട്ടോ. ഇതിപ്പോൾ ചൂടാറിയിട്ട് വേണം നമ്മൾ ഒഴിച്ച് വെക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാൻ. 2 മണിക്കൂറാണ് തണുപ്പിക്കേണ്ടത് കേട്ടോ. അന്നേരം ഇനി പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം. ഇതിപ്പോൾ ചൂടാറാൻ വെക്കണം. നല്ല ചൂടല്ലേ, ഇത് കുറുകിയിരിക്കുന്നുണ്ട്. നല്ല ചൂടാറാൻ വെക്കണം. ചൂടാറിയിട്ട് വേണം നമ്മൾ പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാൻ, സെറ്റാവാൻ വേണ്ടിയിട്ട്. അന്നേരം ചൂടാറാൻ വെക്കാം. വെച്ചിട്ട് പാത്രത്തിലോട്ട് ഒഴിക്കുന്നത് കാണിക്കാം കേട്ടോ. ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അന്നേരം ഇനി നമ്മുടെ പാത്രത്തിലോട്ട്, ഇത് മോൾ സ്കൂളിൽ കൊണ്ടുവന്ന പാത്രമാണ്. നമുക്ക് ട്രേ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാത്രത്തിൽ ഒഴിച്ച് വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് അതിനകത്തോട്ട് ഒഴിച്ച് വെക്കാൻ പോവാണ് തണുക്കാൻ വേണ്ടിയിട്ട്. ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാൻ പോവാണേ. അത് ഇച്ചിരി കട്ടി പോലെ തണുത്തപ്പം ഇച്ചിരി കട്ടി പോലെ, അതൊന്നും നമുക്ക് ലൂസാക്കി കൊടുക്കാം. എന്നിട്ട് അതെല്ലാം അതിനകത്തോട്ട് കോരിയിടാം കേട്ടോ. നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. അല്ലെങ്കിൽ സ്റ്റിക്കി പോലെ ആയിട്ടുണ്ട് തണുത്തപ്പം. ഇതാണ് വേണം നമുക്ക്. ഇത് 2 മണിക്കൂറാണ് ഇത് ഇങ്ങനെ തണുപ്പിക്കേണ്ടത്. ഫ്രീസറിൽ വെച്ചാണ് തണുപ്പിക്കേണ്ടത്. എല്ലാവർക്കും അറിയാമല്ലോ. മൊത്തം മുഴുവനും നമുക്ക് വടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പാത്രത്തിൽ നിന്ന് നമുക്ക് വടിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് നിരപ്പാക്കി കൊടുക്കാം കേട്ടോ. അതിനെ നമുക്ക് അടിച്ച് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇത് നമ്മൾ നേരെ ഫ്രീസറിലോട്ട് വെക്കുവാണ് കേട്ടോ. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീമിൻ്റെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. നിറയെ ഇങ്ങനെ കട്ട പോലെ ഇരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. ഇനി നമുക്ക് അത് അടിച്ചെടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒന്നുകൂടെ അടിക്കണമല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വെക്കണ്ടേ കേട്ടോ. ഇത് നമുക്ക് മിക്സിയിലോട്ടാണ് ഇട്ട് കൊടുക്കാം. നല്ല കട്ടി പോലിരിക്കുക. എടുക്കുന്നതിന് മുമ്പ് വലിയ പാള പോലെ ഇളകി വരും. നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സിൽക്ക് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. നല്ല സ്മൂത്ത് മടങ്ങി വീഴുന്ന രീതിയിൽ, നമ്മൾ കേക്ക് ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് മടങ്ങി വീഴുന്ന രീതിയിൽ വരത്തില്ലേ, അതേപോലെ ഉണ്ട്. ഇങ്ങനെയാണ് വീഴേണ്ടത്. ബാക്കിയുള്ള ഇതിലൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
ഇത് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ. ഓറിയോയ്ക്ക് ചെറിയ മധുരം ഉണ്ടല്ലോ. പിന്നെ ഞാനത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതായിട്ട് ഞാൻ കുറച്ച് മധുരമോട് ഇട്ടിട്ടുണ്ട്. ഓറിയോയുടെ മധുരം വേണമെന്നവർക്ക് അത് തന്നെ മതി കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട്. അവർക്ക് മധുരം ഇഷ്ടമാണല്ലോ. ഞാനിതെല്ലാം എടുക്കാം. എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പോൾ ഫൈനൽ ലുക്ക്. ബിസ്ക്കറ്റ് കൂടെ അലങ്കരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇതിന് നമുക്ക് 8 മണിക്കൂറത്തേന് അടച്ചു വെക്കാം. ഫ്രീസറിൽ തന്നെ വെക്കാം കേട്ടോ. നാളെ രാവിലെ ആകുമ്പോഴേക്കും സെറ്റായിരിക്കും. ഫ്രീസറിലോട്ട് തന്നെ വെക്കാം കേട്ടോ. ഫ്രീസറിൽ തന്നെ വെക്കാം കേട്ടോ. ഇനി അവിടെ സെറ്റായിട്ട് ഇരിക്കട്ടെ. 8 മണിക്കൂറത്തേന് റെസ്റ്റ്. 8 മണിക്കൂറിന് ശേഷം നമ്മൾ ഐസ്ക്രീം പുറത്തെടുത്ത് അന്നേരം ഈ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇതിന് നമുക്ക് എടുത്താലോ, സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഇതായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഐസ്ക്രീം. ഐസ്ക്രീം എങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അടിപൊളിയാണെന്ന് നോക്കാം. ആ ബിസ്ക്കറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല കേട്ടോ. അടിപൊളി, സൂപ്പർ, അടിപൊളി, നല്ല ഐസ്ക്രീം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.